ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 19. പ്രക്ഷുബ്ധതയിൽ ശാന്തത. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായം 3 വാക്യം. ഏകദേശം 1 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ മാധുവിന് ജോലിയൊന്നും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അനിശ്ചിതത്വവും നിറഞ്ഞ ഭാവിയെക്കുറിച്ചുള്ള ഭയാനകമായ ചിന്തകൾ അവളുടെ മനസ്സിനെ മങ്ങലേൽപ്പിച്ചു. ഈ സമയത്ത് ആളുകൾ അവളോട് പറഞ്ഞ ദയയില്ലാത്ത വാക്കുകൾ നിമിത്തം അവൾക്ക് ഉറക്കവും ജീവിക്കാനുള്ള മോഹവും പോലും നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ദിനം സൂര്യകിരണം പോലെ ഒരു ബൈബിൾ വാക്യം അവളുടെ പ്രത്യാശയെ പുനരുജ്ജീവിപ്പിച്ചു. അവൾ അതൊരു പ്ലക്കാർഡിൽ എഴുതി. അത് ഉറക്കെ വായിക്കുമ്പോഴെല്ലാം അവളുടെ വിശ്വാസം ശക്തിപ്പെട്ട് അവളുടെ ഭയം കുറഞ്ഞ് അവൾ സമാധാനം കൈവരിച്ചു. സമാധാനം നിറഞ്ഞ ഒരു മനസ്സ് പരിപോഷിപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രായോഗിക ഉൾക്കാഴ്ചകൾ യെശയ്യാവ് 26 നൽകുന്നു. നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പുറമെ നമ്മുടെ മനസ്സും ചിന്തകളും അവനിൽ ഉറപ്പിച്ചു നിർത്തണം. അവനിൽ നാം വിശ്വസിക്കുകയും നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ യേശു കാക്കുമെന്നും നമുക്ക് പൂർണ്ണ സമാധാനം നൽകുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. മനസാക്ഷിയുടെ സമാധാനം, അകൃത്യ ഭാരത്തിൽ നിന്നുള്ള സമാധാനം, ഉത്കണ്ഠയിൽ നിന്നുള്ള സമാധാനം, നമുക്ക് നിയന്ത്രണമില്ലാത്ത സാഹചര്യങ്ങളിൽ മേലുള്ള സമാധാനം എന്നിവ ഈ പൂർണ്ണ സമാധാനത്തിൽ ഉൾപ്പെടുന്നു. നാം വിശ്വസിക്കുന്നവൻ ശാശ്വതമായ ഒരു പാറ ആണെന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും യേശുവിൻ്റെ സ്വഭാവത്തിനും സ്നേഹത്തിനും ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അനിശ്ചിതത്വത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉത്കണ്ഠയോടും അസ്വസ്ഥമായ ചിന്തകളോടും നമ്മുടെ മനസ്സ് പോരാടിയേക്കാം. എന്നാൽ മാധു ചെയ്തതുപോലെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കഷ്ടതകൾ കൊണ്ടുചെന്ന് യേശുവിന്മേൽ മനസ്സുറപ്പിച്ച് യേശുവിൻ്റെ അത്ഭുതകരങ്ങളായ വാഗ്ദത്തങ്ങളാൽ നമ്മുടെ ചിന്തകളെ നിറച്ചാൽ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതകൾക്കിടയിലും നമുക്ക് യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. ദൈവത്തെ വിശ്വസിച്ച് നമ്മുടെ അശാന്തത ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ പൂർണ്ണ സമാധാനത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു. അനിശ്ചിതത്വത്തെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടുന്നതിനു പകരം പരാജയപ്പെടാത്ത ഒരുവനിൽ യേശുവിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം. ദൈവത്തിന്